സോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് നത്തിങ്ങിൻ്റെ 2 ഫോൺ വന്നിട്ടുണ്ട്. നത്തിങ്ങിൻ്റെ ഫോൺ 3എയും ഫോൺ 3A പ്രോയും. 2 ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശം അഭിപ്രായമാണ് എനിക്ക് തുടക്കം തന്നെ പറയാനുള്ളത്. കാരണം ആ 2 ഫോണിൻ്റെയും ലുക്ക് മാത്രമേ ഉള്ളൂ. ഫോണിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ അതിഭീകര സ്പെക്കൊന്നുമല്ല. അതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻ ടേംസ് ഓഫ് എൻ്റെ സ്പെക്ക്, അതിൻ്റെ ഒരു എസ്തെറ്റിക്കലി കാണാനുള്ളൊരു ഭംഗിയല്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈനുള്ള വ്യത്യാസമല്ലാതെ, അതിൻ്റെ സ്പെക്ക് വൈസ് അതിൻ്റെ പ്രൊസസ്സർ, അതിൻ്റെ ബാക്കി ക്യാമറയും പിന്നെ കുറച്ചുകൂടെ കുഴപ്പമില്ല. പക്ഷേ കമ്പയർ ടു ആ പ്രൈസ് റേഞ്ച് വരുന്ന വേറെ കുറേ ഫോണുണ്ട്, പോക്കോയുടെ F6. പക്ഷേ അത്ര നല്ല ക്യാമറ അല്ലെങ്കിലും കിടിലൻ പെർഫോമൻസ് വരുന്ന ഫോണാണ്. അതുപോലെ തന്നെ ഐക്യുവിൻ്റെ C9s Pro, അതുപോലെ തന്നെ ഈ ഫോൺ 3A പ്രോയുടെ സെയിം സ്പെക്കിലാണ് നമ്മുടെ റിയൽമിയുടെ 14 Pro വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ദ ഡീറ്റെയിൽഡ് വീഡിയോ ഓഫ് ഐക്യു പടേ നമ്മുടെ നത്തിങ് 3A ആൻഡ് 3A പ്രോനെ കുറിച്ചാണ്. അപ്പോൾ വെൽക്കം ടു ലിസ്റ്റഡ് വ്ളോഗ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് നമ്മുടെ നത്തിങ് ഫോൺ 3A കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ. 120Hz AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ എന്താ പറയുക, 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ 25,000 രൂപയാണ് അതിൻ്റെ വില. 24,999 രൂപയാണ് അതിൻ്റെ വില. പിന്നെ ചാർജർ ഇല്ലാത്തൊരു ഫോണാണ്. ബൈക്ക് ലൈറ്റ് കത്തും എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് ബാക്ക് ഗ്ലാസ് ആണ്. പിന്നെ അതിൽ IP69, IP68 അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതുപോലെ തന്നെ 7S Gen 3 എന്നുള്ളതൊരു ഭീകര പ്രൊസസ്സറൊന്നുമല്ല. ജസ്റ്റ് 2.5 ഉള്ള അതിൻ്റെ ഒരു ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അതിൽ അതിഭീകര ചിപ്സെറ്റ് ഒന്നുമില്ല. കാരണം ആ വിലയ്ക്ക്, അതായത് 25,000 രൂപയ്ക്ക് നമുക്ക് പോക്കോ F6 കിട്ടും. അതിൽ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ് ഇരിക്കുന്നതാണ്. 8S Gen 3 ആണ്. അതുപോലെ തന്നെ ഈ നത്തിങ് ഫോൺ 2Aയും ഫോൺ 3Aയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ലുക്കിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഏകദേശം ക്യാമറയൊക്കെ ആ ഒരു പൊടികൾ അതിനോട്ടുള്ള വ്യത്യാസങ്ങളുള്ളൂ. ഇതാണ് ഇതിനകത്ത് ഈ ഫോൺ അടയ്ക്കാൻ നമ്മളെ കൺഫ്യൂഷൻ ആക്കുകയാണ് ഇവർ. ബേസിക്കലി നമുക്ക് ഏത് ഫോൺ മേടിക്കണമെന്നുള്ളൊരു വളരെ കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ പുറത്തുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ആകുന്നത്. അപ്പം മക്കളെ, ഞാൻ പറയുകയാണെങ്കിൽ ഫോൺ 3Aയും ഫോൺ 2Aയും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രണ്ടും ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തൊരു ഫോണാണ്. കാരണം നമുക്ക് ആ വിലയ്ക്ക് വേറെ ഇഷ്ടം പോലെ ഫോൺ കിട്ടും. പിന്നെ ഒരു എസ്തെറ്റിക്കലി കാണാനൊരു ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫോണാണ് നമ്മുടെ ഈ നത്തിങ്ങിൻ്റെ ഫോണുകൾ. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ലുക്ക്, അതിൻ്റെ ബാക്ക് ലൈറ്റ് കത്തും, അതിൻ്റെ ഒരു കളറ്, അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സാധനം യുണീക്കാണ്. പിന്നെ പറയാമല്ലോ, അതിൻ്റെ ഒരു ബെറ്റർ UA ആണ്. അതിൻ്റെ കിടിലൻ OS എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്ററാണ് കമ്പയർ ടു ആ പ്രൈസ് റേഞ്ച് വെച്ച് വേറെ ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്താ പറയുക, ആ പ്രൈസ് റേഞ്ച് ഹൈപ്പർ OS ഉണ്ട്, റിയൽമിയുടെ UA വരുന്നുണ്ട്, വിവോ ഉണ്ട്. അങ്ങനെ കുറേ ആ ഒരു റേഞ്ചിൽ സ്റ്റോക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ആൻഡ് സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പരിപാടി നത്തിങ്ങാണ്. അതിലും ബെറ്റർ ഒരു OS എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ കിട്ടുന്നത് നമ്മുടെ മോട്ടോ മൊബൈലുകളിലാണ്. അത് നിയർ ബൈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇത് ഏകദേശം അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് സെറ്റപ്പുകളാണ് ഈ നത്തിങ്ങിനുള്ളത്. പിന്നെ നത്തിങ് ഫോൺ 3A പ്രോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സെയിം പരിപാടികളൊക്കെയാണ്. നമ്മുടെ 30,000 രൂപയാണ് അതിൻ്റെ വില. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന കൂടെ ഐക്യു നിയോ 10R വില ഏകദേശം അത്രേ വരുന്നുള്ളൂ. അത് കുറച്ചും കൂടെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആണ്. നല്ല പ്രൊസസ്സറാണ് അതിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവന്മാർ എങ്ങനെയാണ് ഈ ഫോൺ ഇതിൽ എടുത്തു വരേണ്ടത്. ആ ക്യാമറയുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു എന്താ പറയുക, ഒരു 50 MP പെരിസ്കോപ്പ് ഉള്ളൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50 MP ഒരു വേറൊരു മെയിൻ ക്യാമറയുണ്ട്. പെരിസ്കോപ്പ് വന്നിട്ടുണ്ട്. രണ്ടും സോണിയുടെ ക്യാമറകളാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോസ്, കുറച്ചും കൂടെ കമ്പയർ ടു ആ പ്രൈസ് റേഞ്ച് വരുന്ന ഫോണിൽ ഏറ്റവും കുറച്ചും കൂടെ എന്താ പറയുക, നാച്ചുറലായിട്ട് ഫോട്ടോ കിട്ടുന്നത് നമ്മുടെ ഈ നത്തിങ്ങിലാണ്. ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്കാണ് നിങ്ങളുടെ മെയിൻ പരിപാടിയെങ്കിൽ ഐ സജസ്റ്റ് നിങ്ങളൊരു കുഞ്ഞ് ഫോൺ എടുക്കുക, അല്ലെങ്കിൽ 30,000 ബഡ്ജറ്റിൽ ഫോൺ എടുക്കുക. ബാക്കി പൈസയ്ക്ക് ഒരു SLR DSLR മിറർലെസ്സോ ഏതെങ്കിലും നല്ലൊരു കിട്ടില്ല. സോണിയുടെ ക്യാമറയ്ക്ക് ഇഷ്ടം പോലെ 60,000 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 65 രൂപയ്ക്ക് കിട്ടും. അതൊക്കെ എടുക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവഴി നമ്മൾ ബാറ്ററിയിൽ നിന്ന് തന്നെ പോകുന്നു. ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ നത്തിങ് ഫോൺ 3A പ്രോയെ കുറിച്ചാണ്. ആ പ്രൈസ് റേഞ്ചിലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ അവൈലബിൾ ആണ്.
പിന്നെ അതിൻ്റെ യുണീക്ക് സാധനങ്ങളുണ്ടല്ലോ, ഒരു കാഴ്ചയിലുള്ള ഒരു എസ്തെറ്റിക്കലി ഉള്ള പരിപാടികൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവാണ് ഈ സാധനം. കുറേ ലൈറ്റ് കത്തും, പെട്ടെന്ന് എടുത്ത് പിടിച്ചാൽ ആരാണ് ശ്രദ്ധിക്കും. പിന്നെ അങ്ങനത്തെ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നത്തിങ്ങിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ 14 Pro പ്ലസ് കിട്ടും നമ്മുടെ റിയൽമിയുടെ. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോക്കോ F6 ഹൈ പ്രോസസ് ആണ്, നല്ല പ്രോസസ്സറാണ്. വലിയ അതിഭീകര കാണാൻ വളരെ ന്യൂട്രലായിട്ടുള്ളൊരു ഫോണാണ്, അതിഭീകര ഭംഗിയൊന്നുമില്ല. നിങ്ങൾക്ക് ആ യൂണീക്കായിട്ടുള്ളൊരു പരിപാടികൾ വേണമെങ്കിൽ അതിൻ്റെ ഈ ഡിസൈൻ, എന്നിട്ട് ലൈറ്റ് കത്തുന്ന പരിപാടി, അതിൻ്റെ ഒരു കളർ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ നല്ലൊരു UI എക്സ്പീരിയൻസ്, നിങ്ങൾ ബ്ലോട്ട്വെയർ ഒന്നും ഇല്ലാത്ത നല്ലൊരു UI എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫോണിലേക്ക് പോകാം. അല്ലെങ്കിൽ ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്ന നമ്മുടെ മോട്ടോറോ മൊബൈലുകളുണ്ടും, അതിലും ബ്ലോട്ട്വെയർ ഒന്നുമില്ല. പക്ഷേ അത് കർവ് ഡിസ്പ്ലേകളാണ്. കർവ് ഡിസ്പ്ലേ ആകുമ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ട്. താഴെ വീണാൽ പൊട്ടിയാൽ ഇച്ചിരി വില കൂടും, പിന്നെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ, സ്ക്രീൻ പ്രൊട്ടക്ടറൊന്നും അതിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ആയില്ല. ഇതൊക്കെയാണ് നമുക്ക് ഈ ഫോണിന് നത്തിങ്ങിൻ്റെ 3i-യും 3i Proയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ ഇന്നത് ഇറങ്ങിയുള്ളൂ. ഇതിനെ ഒന്നും കൂടി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ എടുക്കാം. ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോണാണ്. പിന്നെ ഈ ടെക്കൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഞാർക്കും തന്നെ അറിയാം. പിന്നെ അങ്ങനെ അറിയത്തില്ലാത്ത ഒരാൾക്ക് അതിൻ്റെ ഒരു എസ്തെറ്റിക്കലി ഇങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം കീപ്പ് ഇൻ ടച്ച്.